ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവന് റിമാൻഡിൽ 14 ദിവസത്തേക്ക് തന്ത്രിയെ കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തു. കട്ടിളപ്പാളി കേസിൽ 13ാം പ്രതിയായ രാജീവർക്കെതിരെ ഗുരുതര പരാമർശങ്ങളുമായി SITയുടെ റിമാൻഡ് റിപ്പോർട്ട്. ആചാര ലംഘനത്തിന് തന്ത്രി കൂട്ടുനിന്നുവെന്നും മറ്റു പ്രതികളോടൊപ്പം ചേർന്ന് ലാഭമുണ്ടാക്കിയെന്നും SIT ആരോപിക്കുന്നു. തന്ത്രിയുടെ ജാമ്യാപേക്ഷ 13-ന് കോടതി പരിഗണിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമെന്ന് കണ്ടെത്തിയതോടെയാണ് തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റിലേക്ക് SIT കടന്നത്. ചോദ്യം ചെയ്യലിന് തന്ത്രി കണ്ഠരര് രാജീവരെ വിളിച്ചു വരുത്തുകയായിരുന്നു. തിരുവനന്തപുരത്ത് രാവിലെ 10 മുതൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് തന്ത്രിയെ ചോദ്യം ചെയ്തത്. ഉച്ചതിരിഞ്ഞ് കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കേസിൽ 13ാം പ്രതിയാണ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ വൈദ്യപരിശോധന പൂർത്തിയാക്കി കൊല്ലം വിജിലൻസ് കോടതിയിൽ ജഡ്ജിക്ക് മുന്നിൽ ഹാജരാക്കിയ തന്ത്രിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കൊണ്ടുവന്നതിലും സ്വാധീനമുണ്ടാക്കിയതിലും തന്ത്രിക്ക് നിർണായക പങ്കെന്നാണ് SIT കണ്ടെത്തൽ. താങ്കളെ കുടിക്കുന്നതാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങേക്ക് പറയാനുള്ള പറയൂ. പ്രതികൾക്കൊപ്പം സാമ്പത്തിക ലാഭമുണ്ടാക്കി, ആചാരലംഘനം നടത്തുന്നതിന് തന്ത്രി കൂട്ടുനിന്നു തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. ദേവസ്വം ഭരണവുമായി നേരിട്ട് ബന്ധമില്ലാത്തതിനാൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട രേഖകളിൽ തന്ത്രിയെ പരാമർശിക്കുന്നില്ല. ഇതാണ് അന്വേഷണം തന്ത്രിയിലേക്ക് എത്താൻ വൈകിയതിന് കാരണമായത്. സ്വർണ്ണക്കൊള്ളയിലെ 11ാമത്തെ അറസ്റ്റാണിത്. പത്മകുമാർ പറഞ്ഞ ആ ദൈവതുല്യൻ ആര്? തന്ത്രിയാണോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. കൂടുതൽ അന്വേഷണത്തിൽ ഇക്കാര്യം പുറത്തുവരും. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.